നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിച്ച തന്റെ മഹിമാസന്നിധിയിൽ കളങ്കം അറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെ പോക്കിയ പിതാവായ ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ ഏവർക്കും അറിയിക്കുന്നു. ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്നു തിരുവചനത്തിൻ്റെ അധ്യയനത്തിനായി. നമുക്കതിന് ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കും മനസ്സിനും ഒക്കെയായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കൂടുതൽ കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ കഴിഞ്ഞ ഒരു ദിവസവും ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകുവാൻ, വിശ്വാസത്തിൽ യാക്കോബ് പറയുന്നത് പോലെ ധനികന്മാരാകുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമുക്കധികം കൃപ ചെയ്യട്ടെ. ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളും മറ്റും ടൺ കണക്കിന് ഭാരമുള്ളതാണെങ്കിലും അത് ഉയർന്നു പോകുന്തോറും അതിൻ്റെ പുറംചട്ടകൾ കത്തി ചാമ്പലായി താഴെ വീണ് അല്ലെങ്കിൽ അതില്ലാതെയായി മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ ലോകത്തോടുള്ള നമ്മുടെ ബന്ധം കുറഞ്ഞു വരുവാൻ, അതിനോടുള്ള നമ്മുടെ പ്രതിപത്തി കുറഞ്ഞു വരുവാൻ, ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒടുവിലേക്ക് വരുംതോറും ഭാരങ്ങൾ കൂടുന്നതാണ്. സ്തോത്രം. വിശ്വാസ ജീവിതത്തിൻ്റെ അന്തിമ സമയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ കുറയുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും കൂടുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമാകുമെന്ന് നമ്മൾ അറിഞ്ഞ് അതിനു വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ പഠനം. ഒന്നും കൂടെ ആ വാക്യം വായിച്ചാട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതരുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കും. സ്തോത്രം. നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാം ആരാണ് എന്ന വിഷയമാണ്. മിക്ക ലേഖനങ്ങളിലും ലേഖനകർത്താക്കൾ വായനക്കാരാരാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അവർ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി വേദപുസ്തകപ്രകാരം പാപക്ഷമ പ്രാപിച്ച ഒരാൾ താൻ ആരാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും എഫെസോസിലെ വിശ്വാസികളെ പോലെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നില്ല. നമുക്ക് എന്തൊക്കെ ക്രിസ്തുവിലുണ്ട് എന്നുള്ളതും തിരിച്ചറിയുന്നില്ല.
പൗലോസ് എഫേസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഇവർക്ക് കൊടുക്കണേ എന്നല്ല, അങ്ങ് നൽകിയത് തിരിച്ചറിയുവാൻ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ എന്ന്. ആ വ്യത്യാസം കണ്ടോ? നമ്മെ വിളിച്ചപ്പോൾ തന്നെ, നാം രക്ഷിക്കപ്പെട്ട ആദ്യ നിമിഷത്തിൽ തന്നെ ദൈവം നമ്മെ ആക്കി. ആ നമ്മുടെ സ്വത്വത്തെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസ്യർ 1:17 മുതൽക്കുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിച്ചത്. ഒന്നാമത്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ അവർക്ക് ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. അങ്ങനെ പ്രകാശിപ്പിക്കപ്പെട്ടാൽ ദൈവം അവർക്കും അവരിലും നൽകിയിട്ടുള്ളത് അവർ തിരിച്ചറിയും. കൊടുക്കണമെന്നല്ല, നൽകണേന്നല്ല അവിടുത്തെ പ്രാർത്ഥന. സ്തോത്രം. പിന്നെന്താ? അങ്ങയുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന്. മൂന്നാമത്, തൻ്റെ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടത്. ആണ്ടോ? അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, നൽകേണ്ടതിനല്ല, നൽകണേ എന്നല്ല. നൽകിയതിനൊക്കെ 3-ാം വാക്യത്തിൽ സ്തോത്രം ചെയ്തു. എഫേസ്യർ 1:3 വാക്യത്തിൽ ദൈവം നൽകിയതിനൊക്കെ ദൈവത്തെ മഹത്വീകരിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം ചെയ്തു ലഭിച്ചതിനൊക്കെ. പക്ഷേ ഇതൊക്കെ ലഭിച്ചിട്ടും പിന്നെ ലഭിച്ചതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റാണ് 4-ാം വാക്യം തൊട്ട് 14-ാം വാക്യം വരെ. പക്ഷേ അതൊന്നും ലഭിച്ചിട്ടും തിരിച്ചറിയാത്തവരായിരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന, ഇവരുടെ കണ്ണൊന്ന് തുറക്കണേ. പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യന്റെ കണ്ണൊന്ന് തുറക്കണേ. തുറന്നപ്പോൾ അവർ പാർത്ത മലയുടെ ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാർ, അഗ്നി അശ്വങ്ങൾ ഒക്കെ കണ്ടു. അതുപോലെ പൗലോസ് ഇവിടെ പ്രാർത്ഥിച്ചതാണ്. പറഞ്ഞു വന്നത്, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, എഫെസ്യ ലേഖനത്തിൻ്റെ പഠനമല്ല. പക്ഷേ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം ആരാണെന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതേ സംബന്ധിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ നിന്നും നാം ഇപ്പോൾ ഒന്ന് പറഞ്ഞു വിട്ടത്. എ പാസിംഗ് റെഫറൻസ്. നാം ആരാണെന്ന് തിരിച്ചറിയണം. എഫേസോസിലെ വിശ്വാസികൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടാൻ പൗലോസ് പ്രാർത്ഥിച്ചു. നമുക്കും ഈ ദിവസങ്ങളിൽ നാം ആരാണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. ലോകം നാം ആരാണെന്ന് പറയുന്നവരല്ല നമ്മൾ. We are not what the world says we are. Not what we think we are. നാം ആരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നവരുമല്ല നമ്മൾ. സ്തോത്രം. പിന്നെ ദൈവം
നമ്മെ ആക്കി വെച്ച അവസ്ഥയിൽ തന്നെ നമ്മൾ നമ്മളെ തിരിച്ചറിയണം. എ സെൽഫ് റിയലൈസേഷൻ. This self-realization is quite different from that of Indian philosophy. ഇന്ത്യൻ ഫിലോസഫിയിലെ ഇന്ത്യൻ ഭാരതീയ തത്വശാസ്ത്രം അനുസരിച്ച് സ്വയം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി, ഞാൻ ദൈവമാണ്, ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് എന്ന തിരിച്ചറിവ്. അതല്ല നമ്മളിപ്പോ പറഞ്ഞ സെൽഫ് റിയലൈസേഷൻ. ആ പദം ആരും തെറ്റിദ്ധരിക്കരുത്. Realizing what we are in Christ. സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് പൗലോസിന്റെ ആ പ്രാർത്ഥനയെക്കുറിച്ച് മറ്റൊരിടത്ത് ഞങ്ങൾ തുടർമാനമായിട്ട് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഞാൻ ആ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രയോജനത്തെക്കുറിച്ച്, അതായത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓ ക്രിസ്ത്യൻ, ഓ ഡിയർ ക്രിസ്ത്യൻ, it's not what we have in Christ, but rather what we mean for him. ക്രിസ്തുവിൽ, ദൈവത്തിൽ നമുക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതല്ല. പകരം സ്തോത്രം, നാം ദൈവത്തിന് ആരാണ് എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. അതാണ് നാം നോക്കേണ്ടത്. സ്തോത്രം. Beloved Christian, think not of what we can get from God, but rather what we mean to him. നമ്മൾ ഇതിലേതാ കൂടുതൽ ചിന്തിക്കാറ്? What we have in Christ or what we mean to God? നമ്മൾ ഏതാ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ക്രിസ്തുവിൽ നമുക്ക് എന്ത് ലഭിക്കുമെന്നാണോ? ദൈവത്തെ കൊണ്ട് എന്തൊക്കെ നമുക്ക് സാധിക്കാം എന്നതാണോ? അതോ ദൈവത്തിന് നാം ആരാണെന്നുള്ളതാണോ? ആശയം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് പലതും ലഭിക്കണമെന്നുള്ള വിഷയമില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു? അതെ, അന്നേരം നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്നുള്ള താല്പര്യമായിരിക്കുമല്ലോ അധികമുള്ളത്. തീർച്ചയായിട്ടും. ക്രിസ്തുവിൽ നാം ആരാണ്, ദൈവത്തിന് നാം ആരാണ് എന്നത് നമ്മൾ വളരെ വിരളമായേ ചിന്തിക്കൂ. വളരെ ചുരുക്കം പേർ മാത്രമേ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുള്ളൂ. നമുക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ കരുതി വച്ചിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മെ ആനന്ദിപ്പിക്കുന്ന വസ്തുതയാണ്, സ്തോത്രം, വാട്ട് വി ആർ ടു ദ ലോർഡ്. സ്തോത്രം. നാം കർത്താവിന് ആരാണ്, നാം കർത്താവിന് എന്താണ് എന്നത് നമ്മെ വളരെയധികം പുളകിതരാക്കുന്ന കാര്യമാണ്. എനിക്ക് കർത്താവ് ഒന്നും തന്നില്ലേലും സാരമില്ല, എനിക്കൊന്നും കിട്ടിയില്ലേലും വേണ്ടില്ല, അവൻ എന്നെ എന്തോ ആക്കി. ഞാൻ പണ്ട് എന്തായിരുന്നുവോ
അതിൽ നിന്നും വ്യത്യസ്തമായി എന്നെ ദൈവം ആക്കി. അതൊന്ന് ധ്യാനിക്കാൻ നോക്കിക്കേ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്തോത്രം. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടത്തിലായിരുന്നോ അതോ ഞാൻ മറ്റെവിടെയായിരുന്നോ? അന്യനെന്ന മേലെഴുത്ത് നമ്മുടെ കൂട്ടത്തിലായിരുന്നല്ലോ പറഞ്ഞല്ലേ? യാ. നമ്മൾ അന്യരായിരുന്നു. സ്തോത്രം. നാം അന്യരായിരുന്നു. അതല്ലേ പൗലോസ് ഇതേ എഫേസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്? സ്തോത്രം. എഫേഷ്യൻസ് 2:19 പറയുന്നതല്ലേ? നമുക്ക് മനഃപ്പാഠമാണെങ്കിലും ഒന്ന് വായിച്ചു വിട്ടേക്കൂ. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും സ്തോത്രം. നമ്മൾ നേരത്തെ അന്യരും പരദേശികളുമായിരുന്നു. ദൈവത്തിനാണേ, ദൈവത്തിന് നമ്മൾ പണ്ട് അന്യർ, അല്ലെ ദൈവരാജ്യത്തിന് നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ഭൂമിയിൽ നമ്മൾ ഇപ്പോഴും അന്യരും പരദേശികളും തന്നെയാണ്. സ്തോത്രം. രണ്ടും രണ്ടാ. പക്ഷേ ദൈവത്തിനും ദൈവരാജ്യത്തിനും അന്യരും പരദേശികളുമായിരുന്ന നമ്മെ ഇപ്പോൾ ആരാക്കി മാറ്റി? വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, ദൈവ ഭവനത്തിലെ അംഗങ്ങളുമാക്കി മാറ്റി. We are no more strangers for the kingdom of God, but we are now the citizens of heaven. We are now fellow citizens with the saints. Stotra. Fellow citizens with the saints. And also household of God. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ചിലപ്പോഴൊക്കെ പറയും നമ്മുടെ അഡ്രസ്സ് മാറ്റിയെന്നൊക്കെ. ഈ നമ്മുടെ അഡ്രസ്സ് മാറ്റിയെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ന്യൂജൻ പ്രസംഗങ്ങളിലൊക്കെ ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏഷ്യയിലാണ്, ലഞ്ച് കഴിക്കുന്നത് യൂറോപ്പിലാണെന്ന്. ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊരു മലയാളി സ്പേസിൽ പോയേക്കുന്നല്ലോ. ഈ പറഞ്ഞതുപോലെ അഡ്രസ്സ് മാറ്റിയ സുവിശേഷ നിമിത്തം അഡ്രസ്സ് മാറിയ ആളുമല്ലോ ആണോ? അല്ലല്ലോ. അതല്ല നമ്മുടെ അഡ്രസ്സ് മാറ്റുക എന്ന് പറയുന്നത്. ശരിയാ, ക്രിസ്തുവിൽ നാം ആയപ്പോൾ നമ്മുടെ അഡ്രസ്സ് മാറ്റി, ദൈവം മാറ്റി. അത് പക്ഷേ ഭൗമതലത്തിലല്ല. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അവിടെയാ അല്ല. സ്തോത്രം. എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ മാവേലിക്കരക്കാരനാണല്ലോ. എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ മാവേലിക്കര എന്ന് വെച്ചാൽ വേണ്ട, അത് മുന്നേ ഒത്തിരി ആയിപ്പോയി. മാവേലിക്കരക്കാർ ഒത്തിരി പേരുണ്ട്. എൻ്റെ ഗ്രാമം ഇറവൻകര എന്ന, ആ ഇറവൻകര എന്ന് എൻ്റെ പേരിൻ്റെ കൂടെ വെച്ച് അവിടെയോടെയൊക്കെ കുറച്ച് ആൾക്കാർ എന്നെ ഇറവൻകരക്കാരനെന്നറിയും. അപ്പോഴേക്കും ഞാൻ പറയുക, കണ്ടോ, ഇന്ന് ഇറവൻകര എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന്. മാവേലിക്കര എൻ്റെ പേരിൽ അറിയപ്പെടുന്നു. നിന്റെ അഡ്രസ്സ് മാറ്റുമെന്ന് പറഞ്ഞത് ഇറവങ്കര എന്ന ഒരു കൊച്ചു ഗ്രാമത്തിനകത്തും മാവേലിക്കര എന്ന ഒരു കൊച്ചു താലൂക്കിനകത്തും ചെയ്യുന്ന പരിപാടിയായിട്ട് നമ്മളങ്ങ് ഒതുക്കി.
ഇറവൻകരയിലോ മാവേലിക്കരയിലോ എൻ്റെ വീട്ടുപേര് വില്ലുകുളത്തെന്ന. അങ്ങനെ VO വർഗീസ് വന്നത്, വില്ലുകുളത്ത് ഉമ്മൻ്റെ മകനെന്ന്. വില്ലുകുളത്തെന്ന കുടുംബത്തിൽ പോലുമോ എന്നെ ആരും അറിയുന്നില്ല. എൻ്റെ പേരിൽ വില്ലുകുളം കുടുംബവും അറിയപ്പെടുന്നില്ലെങ്കിലും തിരുവെഴുത്ത് പറയുന്നു, ദൈവം എൻ്റെ വിലാസം, എൻ്റെ അഡ്രസ്സ് മാറ്റി. അത് ഭൗമിക തലത്തിലല്ല, എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ താമസിക്കുന്ന വീടിൻ്റെയും നാടിൻ്റെയും ഒന്നും മണ്ഡലങ്ങളിലല്ല. പകരം അത് മാറ്റം വന്നത് ദൈവത്തിന് ഇപ്പോൾ ഞാൻ ആരായിരിക്കുന്നു, ദൈവത്തിൻ്റെ കണക്കിൽ, ദൈവത്തിൻ്റെ ബുക്കിൽ, ദൈവത്തിൻ്റെ എഴുത്തിൽ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളതിലാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ഒന്നും ഇന്റർനാഷണൽ പ്രസംഗകരോ പാട്ടുകാരോ സംഗീതജ്ഞരോ ഒന്നുമല്ല. എത്രയോ വിശുദ്ധന്മാർ ആരും അറിയാതെ, അല്ലേ, ആരാലും അറിയപ്പെടാതെ അവരവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്നുണ്ട്. എത്ര വിശുദ്ധന്മാർ. സ്തോത്രം. റാവൻ ഹിൽ പറയുന്നത് പോലെ പ്രസംഗകനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും. അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പ്രസക്തമാണ്. നമ്മൾ എബ്രായർ 3:1 നിൽക്കുന്നത് കേട്ടോ, വിഷയം പോയിട്ടില്ല. ക്രിസ്തുവിൽ നാം ആരാണ് എന്നതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. സ്തോത്രം. നാം ക്രിസ്തുവിലായപ്പോൾ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ സ്വത്വത്തിന് മാറ്റം വന്നു. അത് ലോകത്തിൽ ആരും അറിയണമെന്നില്ല. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയാസിലും സമൂഹ മാധ്യമങ്ങളിലും ഒന്നും നമ്മൾ വൈറലാകണമെന്നില്ല. സ്തോത്രം. പക്ഷേ ദൈവമുമ്പിൽ അവർ സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ് ഈസ് ചേഞ്ച്ഡ്. ദൈവമുമ്പിൽ നമ്മുടെ നിൽപ്പിന് മാറ്റം സംഭവിച്ചു, നമ്മുടെ വിലാസത്തിന് മാറ്റം സംഭവിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. പ്രസംഗകരാണെങ്കിൽ ചിലപ്പോൾ ഇന്റർനെറ്റിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വൈറലാകാം, നിറഞ്ഞു നിൽക്കും. ഇന്നൊരു കൊച്ചു സംഭവം ഉണ്ടെങ്കിലും ഫോട്ടോ വെച്ച ഫ്ലെക്സുകളല്ലേ ഇഷ്ടം പോലെ, ഫ്ലയേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞെന്നിരിക്കും, ചന്തയ്ക്കൂടെ പോകുമ്പോഴോ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴോ വണ്ടിയിൽ കയറുമ്പോഴോ ഒക്കെ. കാരണം നമ്മുടെ ഈ ഫോട്ടോയൊക്കെ എവിടെയെല്ലാം ആയിരിക്കുന്നു. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ഫോട്ടോ ഇതുപോലെ എങ്ങാനും വരുമോ? ഇല്ല. അവനെ ആരും അറിയുന്നില്ല. ചിലപ്പോൾ വീട്ടുകാർ പോലും അറിയുന്നില്ല. കേരളത്തിൽ തിരുവല്ലയിലുള്ളൊരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷെ തമ്മിൽ അറിയാം. കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ഹൃദയം കൊണ്ട് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം ചിലപ്പോഴൊക്കെ പോയി രാപാർക്കുന്ന വീട്ടിലെ സഹോദരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നമ്മളൊക്കെ രാത്രി ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ ഇദ്ദേഹവും കിടക്കാൻ പോകും. നമ്മുടെ മുമ്പിൽ ഇദ്ദേഹം കിടന്നുറങ്ങും. നമ്മൾ ഉറക്കം പിടിച്ചെന്നറിയുമ്പോൾ ഇദ്ദേഹം എഴുന്നേക്കും. രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. നമ്മൾ വെളുപ്പിനെ എഴുന്നേക്കാറാകുമ്പോഴത്തേക്കിനും ഇദ്ദേഹം പോയി കിടക്കും. അപ്പം നമ്മൾ കിടക്കാൻ നേരം ഇദ്ദേഹം കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോഴും ഇദ്ദേഹം കിടക്കുന്നു. അപ്പം നമ്മൾ കരുതുന്ന ഇദ്ദേഹം
രാത്രി നമ്മളെപ്പോലെ കിടന്നുറങ്ങുന്ന, പക്ഷെ അല്ല. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുവെന്ന് സംശയം തോന്നി ഉണർന്നിരുന്ന് കണ്ടുപിടിച്ചതാ മറ്റദ്ദേഹം. എന്നിട്ട് എന്നോട് പറഞ്ഞ, ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല, ആരും അറിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മാറിയെന്നേ. പക്ഷെ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് മാറിയതല്ല നമ്മുടെ വേദികളിൽ നമ്മൾ കേൾക്കുന്ന അഡ്രസ്സ് മാറ്റം. സ്തോത്രം. പണ്ട് ചെരുപ്പിടാതെ പാടത്തിന്റെ വരമ്പിൽ കൂടെ നടന്നുപോയ എൻ്റെ അപ്പൻ്റെ മകനായ എനിക്ക് ഇന്ന് ലക്ഷറി കാറ് തന്നു, അതിലാ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അഡ്രസ്സ് മാറ്റത്തെക്കുറിച്ച് ഞാൻ വിളംബരം ചെയ്യുന്നത്. കേൾക്കുന്നവർക്കൊക്കെ, എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഉപജാപക വൃന്ദത്തിന് അന്നേരം ഒരു രോമാഞ്ചം, ഒരു കയ്യടി, ഒരു ഹല്ലേലൂയ. ഇതാണോ നമ്മുടെ അഡ്രസ്സ് മാറ്റിയത്? അല്ല. വണ്ടി തന്നതും ഫ്ലൈറ്റിൽ കയറ്റിയതും വിദേശത്തേക്ക് അയച്ചതും കുടിലുമാറി ബംഗ്ലാവ് വന്നതും ഇതൊന്നുമല്ല. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും യേശുവിൽ വിശ്വസിച്ച എൻ്റെയും നിങ്ങളുടെയും വിലാസം മാറി. മുമ്പ് നാം ആരായിരുന്നു? കൂടെ വന്നാട്ടെ. അന്യരും Strangers സ്ട്രേഞ്ചേഴ്സ്, അന്യരും പരദേശികളുമായിരുന്നു. and aliens. ഏലിയൻസ്. സ്തോത്രം. സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഏലിയൻസ്. ഇപ്പോഴോ വിശുദ്ധന്മാരുടെ Fellow citizens with saints and God's household. ഹല്ലേലൂയ. കണ്ടോ? സ്തോത്രം. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വേറെ ഒന്നുമില്ലെങ്കിലും നാം സന്തോഷത്താൽ തുള്ളിച്ചാടുന്നത്. ആ സമയത്ത് പൗലോസിനെ പോലെ കർത്താവേ വല്ലതും തരണേ എന്നല്ല, കർത്താവെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന അവസ്ഥ കാണാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ എന്നായിരിക്കും നമ്മുടെ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് കർത്താവെ അവർക്കിത് കൊടുക്കണേ, അത് കൊടുക്കണേ എന്നായിരിക്കില്ല. അവരുടെ കണ്ണുകളെയും കൂടെ ഒന്ന് തുറക്കണേ. അവർ അങ്ങേക്കാരാണെന്ന്, അങ്ങ് അവരിൽ എന്ത് നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്ന് ഒന്ന് തിരിച്ചറിയട്ടെ. സ്തോത്രം. അതാണ് എബ്രായർ 3:1. നാം ആരാണെന്നാ പറയുന്നേ? ഒന്ന്, വിശുദ്ധന്മാർ. പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്നിരുന്ന നാറ്റം വമിക്കുമായിരുന്ന നമ്മെ ഇന്ന് ദൈവം സംബോധന ചെയ്യുന്നത് വിശുദ്ധൻ. മരിച്ചു കഴിഞ്ഞ കുറെ ആൾക്കാർ കൂടി പ്രഖ്യാപിച്ചതല്ല. നാം ജീവനോടെ ഇരിക്കുമ്പോൾ, ഈ ക്ഷയമയമായ ശരീരത്തിൽ വസിക്കുമ്പോൾ, സ്തോത്രം, ഈ മൺമയമായ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ വിൺമയനായ ദൈവം എന്നെ സംബോധന ചെയ്യുന്ന പേരാണ് വിശുദ്ധൻ. സ്തോത്രം. ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ നമ്മെ സംബോധന ചെയ്യുന്നു സഹോദരൻ. മൂന്നാമത്തേതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടോ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ അല്ലെങ്കിൽ പങ്കാളികൾ. സ്തോത്രം. നമ്മുടെ അഡ്രസ്സ് മാറിയ മാറ്റം കണ്ടോ? ആരും നമ്മളെ അറിയണ്ടെന്നേ. സ്തോത്രം. പക്ഷെ ഈ അഡ്രസ്സ് മാറിയ വിവരം ദൈവത്തിനറിയാം, സാത്താനും അറിയാം കേട്ടോ. സാത്താനും അറിയാം. എന്നിട്ടും നമുക്കിതുവരെ
ശരിയാവണ്ണം മനസ്സിലായിട്ടില്ല നമ്മൾ ഇന്ന് ആരാണെന്ന്. സ്തോത്രം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, നാം വിളിക്കപ്പെട്ടവർ, കോൾഡ് ഔട്ട് പീപ്പിൾ, വിളിക്കപ്പെട്ടവർ. സ്തോത്രം. നമ്മെ വിളിച്ചത് ദൈവം. സ്തോത്രം. സ്വർഗീയ വിളി, സ്വർഗീയ വിളി. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വിളിയിൽ അഭിമാനമുണ്ടല്ലേ? അഭിമാനം മാത്രമല്ല, അഹങ്കാരമുണ്ട്. People of Israel, they are proud of their calling. They are proud. അവരതിൽ ഊറ്റം കൊള്ളുന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നൊക്കെ പറഞ്ഞു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും അവരങ്ങനെയാണ്. ഒരു ചെറിയ താരതമ്യം നമുക്കറിയാവുന്നതാണെങ്കിൽ കൂടെ, എ ബിറ്റ് ഓഫ് കമ്പാരിസൺ. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനതയെ ദൈവം വാർത്തെടുത്തു. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടതാണ്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും എന്നൊക്കെ പറഞ്ഞ യെശയ്യാവിൽ നിന്ന് പലയിടങ്ങളിലും ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് അവൻ ഏകനായിരുന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു. സ്തോത്രം. ആവർത്തന പുസ്തകത്തിലും ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ എന്തല്ല കാരണമെന്ന്. 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സംഖ്യയിൽ പെരുപ്പമുള്ളവർ ആയിരുന്നതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങൾ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നല്ലോ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ മക്കൾ പോലും ഇല്ലായിരുന്നു, നമുക്കറിയാം. അപ്പോൾ അവരെ ദൈവം വിളിച്ചു. വിളിച്ചിട്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൻ്റെ വാചകങ്ങൾ പലതുണ്ട്. ഉൽപ്പത്തി 12-ാമത്തെ അധ്യായത്തിൽ we know God called and chose Abraham while he was all alone, even without an offspring. And God blessed him and also his descendants afterwards. But see, their blessing, was it earthly or heavenly? ദൈവം അബ്രഹാമിനും അല്ലെങ്കിൽ ഇസ്രായേലിനും കൊടുത്ത അനുഗ്രഹം ഭൗതികമായിരുന്നുവോ സ്വർഗീയമായിരുന്നുവോ? കൺഫ്യൂഷനായോ? ഭൗതികം. ഭൗതികമായിരുന്നു, ഭൗതികമായിരുന്നു. ഒരു നാട്, ഒരു ദേശം, ഒരു രാഷ്ട്രം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ സമ്പത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണോ എന്നറിയാൻ അവർക്ക് നോക്കണമായിരുന്നു അവരെവിടെയാണോ എന്ന്. വാഗ്ദത്ത ഭൂമിയിലാണോ എന്ന്. എപ്പോഴെല്ലാം വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരുകൾക്ക് അവർ പുറത്തുപോയോ അപ്പോഴൊക്കെ
അവർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പുറത്തായിരുന്നു. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? സ്തോത്രം. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? ഇന്നലെയും നമ്മൾ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഒന്നുമില്ലെന്ന് കരുതട്ടെ. ശരി, തുടരാം. ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചു, അവരെ അനുഗ്രഹിച്ചു. പക്ഷേ അവരുടെ അനുഗ്രഹം ഭൗതികമായിരുന്നു, താൽക്കാലികമായിരുന്നു. നശ്വരമായിരുന്നെന്നും കൂടെ വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ അനുഗ്രഹമെല്ലാം അവരുടെ വാഗ്ദത്ത നാടുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളത്, ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ഏറ്റവും പ്രധാനമായും രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ ഓർമ്മ കാണുമല്ലോ. ഒന്ന്, സന്തതിയും നാടും പാലസ്തീൻ. അതെ, വെരി ഗുഡ്. എ പ്രോമിസ് ഓഫ് എ സീഡ് ആൻഡ് പ്രോമിസ് ഓഫ് എ ലാൻഡ്. ഇത് രണ്ടുമായിരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളിൽ പ്രധാനം. ഒരു സന്തതി, ഒരു നാട്, ഒരു ദേശം. അവരുടെ അനുഗ്രഹങ്ങളെല്ലാം ആ ദേശവുമായി ബന്ധപ്പെട്ടതായിരുന്നു. എപ്പോഴൊക്കെ അവർ ആ ദേശത്തിനു പുറത്തേക്ക് തള്ളപ്പെട്ടോ അപ്പോഴൊക്കെ അവർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പുറത്തായിരുന്നു. സ്തോത്രം. എന്നാൽ നമ്മെ ദൈവം വിളിച്ചത് ഏത് വിളി കൊണ്ടാ? സ്വർഗീയ വിളി. സ്വർഗീയ വിളി. സ്വർഗീയ വിളി. അവിടെയാണ് എബ്രായർ 3:1 പ്രസക്തി. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ സിമ്പിൾ മീനിങ്. ദ കോൾ ഈസ് originated from heaven and this call is purposed to heaven. സ്വർഗത്തിൽ നിന്നുള്ള വിളിയും സ്വർഗത്തിലേക്കുള്ള വിളിയുമാണ് ഈ സ്വർഗീയ വിളി. ഇസ്രായേൽ മക്കൾക്കുള്ള വിളിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായത്. അവരുടെ അനുഗ്രഹങ്ങളും വിളിയുമെല്ലാം ഭൗതികതയിൽ, വസ്തുക്കളിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ നമ്മെ കർത്താവ് വിളിച്ച വിളിയിലും അനുഗ്രഹത്തിലും ഭൗതികതയല്ല. സ്തോത്രം. ഇസ്രായേലിന് അനുഗ്രഹിക്കപ്പെടണമെന്ന് അല്ലെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയണമെങ്കിൽ വാഗ്ദത്ത കനാനിനകത്തവരായിരിക്കണമായിരുന്നു. നാമോ നമ്മുടെ വിളിയും നമ്മുടെ അനുഗ്രഹങ്ങളും ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ടതല്ല. Israelites' calling and their blessings both were within the limits or frontiers of a land. If they were within that boundary, they could understand they were blessed. But now we, the Christians, the New Testament saints, our calling is not limited to the material world. Wherever we are, even in a butchery
where Christians are being butchered, we still say it's a heavenly calling and it's a blessed state of being God's children. വിശുദ്ധന്മാരെ, ക്രൈസ്തവരെ കുരുതി കഴിക്കുന്ന ഒരു അറവുശാലയിലാണ് ഞാനും നിങ്ങളുമെങ്കിലും അടുത്തത് നമ്മുടെ തലവെട്ടുന്ന നമ്പറാണ് വരുന്നതെങ്കിലും അവിടെ നിന്നുകൊണ്ടും നമുക്കൊരു കാര്യം അറിയാം, സ്വർഗീയ വിളിക്ക് നാം ഓഹരിക്കാർ എന്ന നിലയിൽ നാം ഭാഗ്യവാന്മാരാണ്. അതാണ് നമ്മുടെ അനുഗ്രഹം. സ്തോത്രം. അതാണ് നമ്മുടെ അനുഗ്രഹം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്വർഗത്തിൽ നിന്നാണ് ഈ വിളി, ഭൂമിയിലെ ആരുമല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാതൊരുവിധ ഭൗമിക യോഗ്യതകളും അയോഗ്യതകളും ഇവിടെ കണക്കിലെടുക്കപ്പെടുന്നില്ല. സ്തോത്രം. Because it's a heavenly calling, the call originates from heaven. That means from God Himself. And therefore, our qualifications or disqualifications are not at all taken into account, not at all considered. Stotram. Not at all considered. നമ്മുടെ യോഗ്യതകളും അയോഗ്യതകളും പരിഗണിക്കപ്പെടുന്നതേയില്ല. അതാണല്ലോ 1 കൊരിന്ത്യർ 1-ാം അധ്യായം പറയുന്നത്. എന്താ പൗലോസ് പറയുന്നത്? നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. സ്തോത്രം. കണ്ടോ? ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:23 അവിടെ പൗലോസ് പറഞ്ഞു, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്ക് ഭോഷത്വമാണ്. ഫിലോസഫിക്കലി Christ is a foolishness for the intellects, the Greeks. പക്ഷെ 24-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു. സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന് ഇടർച്ചയും യവനന് ഭോഷത്വവുമാണ്. പക്ഷേ വിളിക്കപ്പെട്ട നമുക്ക് ദൈവജ്ഞാനവും ദൈവശക്തിയുമാണ്. എന്നിട്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം യോഗ്യതയുള്ളവർ ദൈവസഭയ്ക്കകത്ത് കുറവാണ്. ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ കുറവാ. ജ്ഞാനികൾ കുറവാ, പിന്നെ ബലവാന്മാർ കുറവാ, കുലീനന്മാർ കുറവാ. സ്തോത്രം. നമ്മുടെ വിളിയെ നോക്കുവീൻ. അതാ ഞാൻ പറഞ്ഞത്, since it's a heavenly calling and it's God who called us, our disqualifications or qualifications according to this world is not taken into consideration. ദൈവം നമ്മെ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്കും വിളിച്ചതുകൊണ്ട് ഭൗമലോകത്തിലെ നമ്മുടെ യോഗ്യതകളും അയോഗ്യതകളും പരിഗണിക്കപ്പെടുന്നില്ല.
സന്തോഷമല്ലേ അത്? എനിക്ക് സന്തോഷം. സ്തോത്രം. ലോകത്തിൽ നിന്നുള്ള ഒരു വിളിയായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ലോകാഭിപ്രായ പ്രകാരം ഒരിക്കലും വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഒത്തിരി കാരണങ്ങളുണ്ട്, ഞാൻ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട് ബൈബിൾ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോയത്. മാർത്തോമാ സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് വന്നവരാണ് ഞങ്ങൾ. സ്തോത്രം. പെന്തക്കോസ്തിന്റെ യാതൊരു ലെഗസിയും പറയാൻ, പാരമ്പര്യവും പറയാൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എൻ്റെ ഇതുവരെയുള്ള അറിവിൽ ആദ്യമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് ഞാനാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ആദ്യത്തെ ഉപദേശി ഞാൻ. വേറെ ഒന്നും നമുക്കറിയില്ല. ആകെ കൂടെ ഞങ്ങൾക്കറിയാമായിരുന്ന ഒരു ബൈബിൾ സ്കൂൾ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയ. അതും എൻ്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ആരോ ഒരാൾ എൻ്റെ ജ്യേഷ്ഠന് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ്, ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തു. ഫ്രീ ആയിരുന്നു. അത് മണക്കാലയിലെ, ഇപ്പോഴില്ലെന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് വിശ്വാസവീഥി എന്നും പറഞ്ഞ് ഒരു ഓൺലൈൻ അല്ല, തപാൽ വഴിയുള്ള ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ഉണ്ടായിരുന്നു. പ്രിന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അയച്ചു കൊടുക്കും. അത് വായിച്ചിട്ട് അതിൽ ഉള്ള ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം എഴുതി അയക്കണം. അതിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു മണക്കാലയുടെ. കാരണം മണക്കാലയിൽ നിന്ന് തന്നെ ഉള്ള ഈ കോഴ്സ് ആയതുകൊണ്ട് മണക്കാല ബൈബിൾ സ്കൂളിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ചേട്ടൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ എനിക്കറിയില്ല, ചേട്ടനാകെ കൂടെ അറിയാമായിരുന്ന ഒരു ബൈബിൾ സ്കൂളാണ് മണക്കാല. എനിക്കോ ജ്യേഷ്ഠനോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ആർക്കും മറ്റൊന്നിനെക്കുറിച്ച് അറിവേ ഇല്ലായിരുന്നു. അന്നൊന്നും ഞങ്ങളുടെ പാസ്റ്റർമാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഏതായാലും പോയി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരാളും കൂടെ, ഞങ്ങളുടെ ചർച്ചിലേതെന്ന് പറയാം, പേരൊന്നും ഞാൻ പറയത്തില്ല, അദ്ദേഹവും കൂടെ പഠിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ആപ്ലിക്കേഷൻ വാങ്ങാൻ പോയത്. അദ്ദേഹം ഡിഗ്രിക്കാരൻ, ഞാൻ 10ാം ക്ലാസ്സുകാരൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഇംഗ്ലീഷ് മീഡിയം BTH എടുക്കരുത്, ഇംഗ്ലീഷ് മീഡിയം അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് മലയാളം മീഡിയം CTH എടുത്താൽ മതി. അപ്പോൾ നമുക്ക് CTHും BTHും ഒന്നും ഒരു പിടുത്തവും ഇല്ല. പിന്നെ കേട്ടിട്ടുള്ളത് BTH എടുക്കണമെന്നും പറഞ്ഞ, അതുകൊണ്ട് BTH എടുക്കണം ഒരു താല്പര്യം മനസ്സിൽ. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞും അദ്ദേഹം BTHൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങി. ഓഫീസ് സ്റ്റാഫ് എനിക്ക് ആപ്ലിക്കേഷൻ തരാൻ നേരം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഇതേ കാര്യം ആവർത്തിച്ചപ്പോൾ ഓഫീസുകാർക്കൊരു സംശയം, എനിക്ക് ഏത് തരണം. എനിക്കും സംശയം ഏതെടുക്കണം. എന്തോ വായിൽ നിന്ന് ഏതായാലും വന്നത് BTH നിന്ന് അവർ തരികയും ചെയ്തു. പക്ഷേ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പലരുടെ അടുക്കലും കൊണ്ടുപോയെങ്കിലും അത് മൊത്തം നിറച്ചില്ല. ഏതായാലും നിറച്ചത്രയും കുറേ വെട്ടിത്തിരുത്തൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്തു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു കോൾ ലെറ്റർ എനിക്ക് ലഭിക്കുമെന്ന്, ഇൻ്റർവ്യൂവിനുള്ള വിളി ലഭിക്കുമെന്ന്. എന്തോ എനിക്ക് കത്ത് വന്നു, ഇൻ്റർവ്യൂവിന് പോയി. അപ്പം പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, എഴുത്ത് പരീക്ഷയുണ്ട്. എഴുത്തിനകത്ത് ബൈബിൾ നോളജ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ് നോളജ്, 3 വിഷയങ്ങളാണ്.
സ്വന്തം പേരിൻ്റെ സ്പെല്ലിങ് തെറ്റുന്ന ഞാൻ ഇതിലൊക്കെ എന്തെഴുതി കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക, ഒരു പ്രതീക്ഷയില്ല. പക്ഷേ എന്തോ ഏറ്റവും ഒടുവിൽ എൻ്റെയും പേര് വിളിച്ചു, അഡ്മിഷൻ ഉണ്ടെന്നും പറഞ്ഞ്. ഇന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാഭിപ്രായ പ്രകാരം നമ്മെ എന്തിനെങ്കിലും തിരഞ്ഞെടുത്താൽ അതിന് അടിസ്ഥാനപരമായ ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതയൊന്നും ഇല്ലാതെ എനിക്ക് അഡ്മിഷൻ കിട്ടിയതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അവിടെ അഡ്മിഷൻ കിട്ടിയതിനേക്കാളിലും ഒത്തിരി മടങ്ങായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും സ്വർഗീയ വിളി കൊണ്ട് വിളിച്ച് തിരഞ്ഞെടുത്തത്. സ്വർഗീയമായ പദ്ധതികൾക്ക് വേണ്ടിയാണ് അവിടുന്ന് നമ്മെ വിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതിൻ്റെ തന്നെ കോംപ്ലിമെന്ററിയാണ്, പൂരകമാണ്. എന്തുവാ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ അയോഗ്യതകളെ കണക്കിടാതെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത് എന്ത് ആശയോടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് കരുതുന്നു. സ്തോത്രം. When God called us, despite our disqualifications, we should know the hope of God's heart when He called us. നമ്മുടെ അയോഗ്യതകൾക്ക് അതീതമായി നമ്മെ ദൈവം വിളിച്ചപ്പോൾ അവിടുത്തെ വിളിയുടെ പിൻപിലുള്ള ആശ ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഇന്നത്തേത് നമുക്ക് നിർത്താം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്. എന്താ? അവിടുന്ന് നമ്മെ വിളിച്ചത്, സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത് എന്തിനാ? 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, നമുക്ക് എന്തോ തരാൻ വേണ്ടി. 2, നമ്മെ എന്തോ ആക്കാൻ വേണ്ടി. 3, നമ്മെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഒന്നും കൂടെ പറയാം. ദൈവം നമ്മെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചു. എന്തിന്? 3 കാര്യങ്ങൾ. എന്തൊക്കെയോ തമ്പുരാൻ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് തരാൻ. 2, നമ്മെ എന്തോ ആക്കാൻ. ദൈവത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ട്, അത് നമ്മെ ആക്കാൻ. 3, ദൈവം ഏതാണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ നമ്മെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാൻ വേണ്ടി. God has called us with a heavenly calling. Okay? ദൈവം നമ്മെ വിളിച്ചു.
സ്വർഗീയ വിളി കൊണ്ട് നമ്മെ വിളിച്ചു. ഗോഡ് കോൾഡ് us with a heavenly calling. But what for? 3 options. 1, to give us something. To give us something. To bestow something. 2nd, to make us something. 3rd, to do something through us. To achieve something through us. ഇതിലേതാ ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ളത്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഈ മൂന്നിലേതാ? തെറ്റിയത് സാറില്ല, മൂന്നും ശരിയാ. ഏറ്റവും ശരിയേതാ? നമ്മളെ കൂട്ടുപ്രവർത്തകരാക്കാൻ വേണ്ടിയായിരിക്കും. സ്തോത്രം. ചെയ്യിക്കാൻ വേണ്ടി. ചെയ്യിക്കാൻ വേണ്ടി. സ്തോത്രം. എന്തോ ആക്കാൻ. രണ്ടാമെന്ന് പറഞ്ഞാൽ ആക്കാൻ വേണ്ടി. എല്ലാം ശരി. എല്ലാം ശരിയാ. ഏറ്റവും ശരിയാ നമുക്ക് വേണ്ടത്. രണ്ടാമത്തേത്. പ്രൈസ് ഗോഡ്. യെസ്, രണ്ടാമത്തേതാ ശരി. ടു മേക്ക് us something. To make us something. Certainly in that process he bestows something and also he does something through us. But the ultimate purpose is to make us something. സ്തോത്രം. കർത്താവ് നമ്മെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചതിൻ്റെ പിൻപിലെ ഏറ്റവും പ്രധാന ഉദ്ദേശം നമ്മെ എന്തോ ആക്കി തീർക്കാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ട്. പക്ഷെ അതല്ല ആത്യന്തികമായ ഉദ്ദേശം. സ്തോത്രം. എസ്തേറിനെയും കുറേയേറെ പെൺകുട്ടികളെയും, കന്യകമാരെ, സുന്ദരിമാരെ ദേശം മുഴുവനും നടന്ന് രാജാവിൻ്റെ ഷണ്ണന്മാർ തെരഞ്ഞെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവർക്കൊക്കെ താമസത്തിന് സൗകര്യങ്ങൾ കൊടുത്തു. 12 മാസം 6 മാസം വീതമുള്ള ബ്യൂട്ടിഫിക്കേഷൻ, സൗന്ദര്യവർദ്ധക പ്രവൃത്തികളിലൂടെ അവരെ കടത്തിവിട്ടു. അവർ ആ ദിവസങ്ങളിലൊക്കെ ചോദിച്ചത് മുഴുവൻ അവർക്ക് കൊടുത്തു. അവരെ തിരഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള കുറേ പെർഫ്യൂംസും കുറച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ കൊടുക്കാനായിരുന്നോ? അല്ല. പിന്നെ ആക്കുവാനാണ്. രാജ്ഞിയാക്കുവാനാണ്. രാജ്ഞിയാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ രാജ്ഞിയാക്കിയില്ലെങ്കിലും രാജ്ഞിയാകാത്തവർക്കും കൂടെ ഈ പറയപ്പെട്ടതൊക്കെ കൊടുത്തു. അത് കിട്ടിയത് കൊണ്ട് രാജ്ഞിയായില്ലേലും വേണ്ടിയില്ല, ഇതൊക്കെ കുറെ കിട്ടിയല്ലോ. അല്ല, അതല്ല. ആക്കി തീർക്കുക. അതുകൊണ്ടാ ഓഹരിക്കാരാ നമ്മൾ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ, പങ്കാളികളാ. ആത്യന്തികമായും നമ്മെ എന്തോ ആക്കി തീർക്കാൻ. എന്താക്കി തീർക്കാനെന്ന് ഒറ്റ വാക്കിൽ നമുക്കങ്ങ് പറഞ്ഞു വിടാമല്ലോ. എന്താക്കി തീർക്കാനാ?
ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ. മക്കളാക്കി തീർക്കാൻ. മക്കളും അവകാശികളുമാക്കി തീർക്കും. സ്തോത്രം. എന്തിന്റെ അവകാശികളാക്കാൻ? സ്തോത്രം. His glory. ഓഹരിക്കാരാകും. യെസ്, heirs of his glory, to share his glory. And therefore we in one word say, to make us like his only begotten son. സ്തോത്രം. To conform us into the image of his son. വായിച്ച് നമുക്ക് നിർത്താം. റോമർ 8:29. Romans 8:29. For those God foreknew, he also predestined to be conformed to the likeness of his son, that he might be the firstborn among many brothers. 28-ാമത്തെ വാക്യത്തിലുണ്ട്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. റോമർ 28 പറഞ്ഞിരിക്കുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. ഏതാ നിർണയം? 29 പറഞ്ഞിരിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും. കണ്ടോ? മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ, സ്തോത്രം, ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് കൂട്ടിച്ചേർക്കുന്നു, നീതീകരിച്ചവരെ വിശുദ്ധീകരണത്തിലൂടെ തേജസ്കരിച്ചുമിരിക്കുന്നു. സ്തോത്രം. തേജസ്കരിച്ചുമിരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ശരിയാ. മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു. പക്ഷെ നമ്മളെ തേജസ്കരിച്ചോ? നമ്മൾ തേജസ്കരിക്കപ്പെട്ടോ? ഇല്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് തേജസ്കരിച്ചുമിരിക്കുന്നുവെന്ന. അതെങ്ങനെയാ ശരിയാവുന്നേ? സ്തോത്രം. Raising them to heavenly dignity. Praise God. ചിന്തിച്ചോ? നമുക്ക് ദൈവം വെച്ചാൽ നാളെ ചിന്തിക്കാം. അപ്പോൾ നമ്മളെ സ്വർഗീയ വിളി കൊണ്ട് വിളിച്ചത് ആത്യന്തികമായും തൻ്റെ പുത്രനോട് അനുരൂപപ്പെടാനാണ്. തൻ്റെ പുത്രനോട് നമ്മെ അനുരൂപർ ആക്കുവാൻ വേണ്ടിയാ. അത് വെച്ചാണ് ഭക്തൻ നമ്മളെ വിളിച്ചത്, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. സ്തോത്രം. നമ്മളും കൂടെ അതൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഇന്നത്തെ പല പരാതികളും മാറും. അതിൻ്റെ വേറെ ചില ഭാഗങ്ങളുണ്ട്, അവിടേക്കും കൂടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെയും അടുത്ത ദിവസങ്ങളിലും എത്താം. ഇങ്ങനെ നമ്മെ ആക്കി തീർത്ത, നമ്മുടെ വിലാസത്തിന് മാറ്റം തന്ന ദൈവത്തിൻ്റെ വലിയ വിളിക്കായി, തെരഞ്ഞെടുപ്പിനായി, യേശുക്രിസ്തുവിലൂടെ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ആ ക്രിസ്താനുരൂപ്യം പ്രാപിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.